നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് സാഖ്യയോഗത്തിൻ്റെ 62, 63 എന്നീ ശ്ലോകങ്ങളാണ്. ഈ ശ്ലോകങ്ങളിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞത് കാമത്തെ അല്ല ഏതെങ്കിലും ഒരു വിഷയത്തെ ധ്യാനിക്കുന്ന പുരുഷന് കാമക്രോധ മോഹാദികളിൽ പെട്ടുപോവുകയും അങ്ങനെ സ്മൃതിഭ്രംശം ഉണ്ടാവുകയും തൻ്റെ പ്രവൃത്തികളൊന്നും തന്നെ എന്ത് ചെയ്യുന്നെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അടുത്ത 2 ശ്ലോകങ്ങൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 64. രാഗദ്വേഷയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ശ്ലോകം 65. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസാ ഹ്യാശു ബുദ്ധി പരിവതിഷ്ഠതേ. ഇവിടെ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്, ശ്ലോകം 65 അർത്ഥം നോക്കുമ്പോൾ 64 പറഞ്ഞു, അങ്ങനെ മനുഷ്യൻ ബുദ്ധിഹീനനായി തീരും. ക്രോധ മോഹ വശാദികളിൽപ്പെട്ട് ബുദ്ധിഹീനനായി തീരുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. എന്നാൽ രാഗദ്വേഷങ്ങൾ സ്പർശിക്കാതെ അന്ധകരണത്തെ സ്വയം വശമാക്കിയ പുരുഷൻ ഇന്ദ്രിയങ്ങളെ ഭോഗിക്കുന്നു, പ്രസന്നചിത്തനായി ഇരിക്കുകയും ചെയ്യുന്നു. എന്താണ് ചിത്തപ്രസാദനം കൊണ്ടുള്ള ലാഭം? അതിന് ഉത്തരമാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകത്തിന് എന്താണ് പറയുന്നത്? രാഗദ്വേഷങ്ങളെ സ്പർശിക്കാതെ അന്ധകരണത്തെ സ്വയം വശമാക്കിയ പുരുഷൻ ഇന്ദ്രിയങ്ങളെ ഭോഗിക്കുന്നു, പ്രസന്നചിത്തനായി ഇരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ ചിത്തപ്രസന്നതയ്ക്ക് കൊണ്ടുള്ള ലാഭം? അതാണ് അടുത്ത ശ്ലോകം 65 അർത്ഥം. ചിത്തം പ്രസന്നമാകുമ്പോൾ ഈ ജീവാത്മാവിൻ്റെ സർവ്വ ദുഃഖങ്ങളും സർവഭാരങ്ങളും ഇല്ലാതായി തീരുന്നു. പ്രസന്നചിത്തനായവൻ്റെ നിശ്ചയമായ ബുദ്ധി അതിവേഗം സ്ഥിരമായി തീരുന്നു. പ്രസന്നചിത്തനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ജീവാത്മാവിൻ്റെ സർവ്വ ദുഃഖങ്ങളും സർവഭാരങ്ങളും ഇല്ലാതായി തീരുന്നു. പ്രസന്നചിത്തനായവൻ്റെ നിശ്ചയമായ ബുദ്ധി അതിവേഗം സ്ഥിരമായി തീരുന്നു. സ്ഥിതപ്രജ്ഞൻ്റെ വിവരണം തുടരുകയാണ് ഈ 2 ശ്ലോകങ്ങളിലും. ഇന്ദ്രിയങ്ങളും മനസ്സും ജീവാത്മാവും പരസ്പരം സംബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ജ്ഞാനമുണ്ടാകുന്നു. അതിൽ നിന്ന് കർമ്മവും ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് വിഷയജ്ഞാനം മനസ്സിന് ലഭിക്കുന്നു. മനസ്സ് ജീവാത്മാവിനടുത്തിരിക്കുന്നതിനാൽ മനജ്ഞാനം ജീവാത്മാവിന് ലഭിക്കുന്നു. ഈ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവാത്മാവിന് കാമമുണ്ടാകുന്നത്. കാമനകളാൽ പ്രേരിതനായി മനസ്സ് കർമ്മത്തിന് പ്രേരണ നൽകുന്നു. മനസ്സിൻ്റെ ആദേശത്താൽ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുന്നു. അങ്ങനെ ഇതൊരു സമ്പൂർണ്ണ പ്രക്രിയയായി മാറുകയാണ്. ഈ സമ്പൂർണ്ണ പ്രക്രിയയിൽ ആത്മാവിന് കാമനകൾ ഇല്ലാതായി തീർന്നാൽ കർമ്മത്തിൽ മോഹം ഉണ്ടാവുകയില്ല. ഉദാഹരണമായി സുന്ദരമായ ഒരു വസ്തു കാണുന്നു എന്ന് വയ്ക്കുക. ആ വസ്തുവിൻ്റെ സൗന്ദര്യജ്ഞാനം ചക്ഷുവിലൂടെ മനസ്സിലൂടെ ജീവാത്മാവിലും എത്തുന്നു. ജീവാത്മാവിന് അതിനെ പ്രാപിക്കണമെന്ന ആഗ്രഹം ജനിച്ചാൽ അത്
രാഗമായി. ആഗ്രഹിച്ച ആ വസ്തു കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ ദ്വേഷം ഉണ്ടാവുകയായി. അതിനാൽ രാഗം ഉണ്ടാകാത്തിടത്തോളം, കിട്ടാതിരിക്കുമ്പോഴുള്ള ദ്വേഷം ഉണ്ടാകാത്തിടത്തോളം വിഷയം ലഭിച്ചാലും ജീവാത്മാവിന് ഹാനി ഉണ്ടാവുകയില്ല. ഇക്കാര്യം നേരത്തെ ഗീതയിൽ സിദ്ധ്യോ സമോ ഭൂത്വ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. രാഗം ഉണ്ടായാലേ ദ്വേഷവും ഉണ്ടാവുകയുള്ളൂ. മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. സ്ഥിതപ്രജ്ഞൻ്റെ ഗുണഗണങ്ങൾ തന്നെയാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലും ഭഗവാൻ പറഞ്ഞത്. എല്ലാ മിത്രങ്ങൾക്കും മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണുവാൻ ഭഗവാൻ ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം.